നേപ്പാളിൽ കോശി നദി ബഡേ നദി കരകവിഞ്ഞൊഴുകിയ സാഹചര്യത്തിൽ അവിടെ രൂക്ഷമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിട്ടുള്ളത്. റസ്വാന ജില്ലയിൽ ആണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ തുടക്കം ഉണ്ടായത്. ടിബറ്റൻ ബോർഡറിൽ നിന്ന് ഒഴുകിയ ജലം 17 പേരുടെ ജീവൻ നേപ്പാളിൽ കവർന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നൂറിലധികം ഇന്ത്യക്കാരെ 105 ഇന്ത്യക്കാരെ കാണാനില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 57 പേർ കുടുങ്ങിക്കിടക്കുന്നു. കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുമുണ്ട് എന്ന വിവരങ്ങൾ കൂടി ആണ് പുറത്തു വരുന്നത്. ബഡേക്കോശി നദിയാണ് അവിടെ കരകവിഞ്ഞ് ഒഴുകിയത്. അത് ഈ റസ്വന്തി തിമൂരെ ഏരിയകളിൽ ആണ് ആദ്യം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഫലം പ്രകടമായത്. പിന്നീട് അത് നവോക്കോട്ടിലും ദാണ്ഡി ജില്ലകളിലേക്കും കടന്നു. വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 4ഓളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് അത് ബാധിച്ചിരിക്കുന്നു എന്നാണ് വിവരം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് 400ഓളം സഞ്ചാരികൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നു. അതിൽ 105 ഇന്ത്യക്കാരുണ്ട്. 291 വിദേശ സഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നേപ്പാൾ ഭരണകൂടം അറിയിക്കുന്നത്. 93 നേപ്പാൾ പൗരന്മാരും വിദേശ സഞ്ചാരത്തിൻ്റെ ഭാഗമായി കാണാതായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഏതായാലും ഓസ്ട്രേലിയ, നെതർലാൻഡ്സ്, US, അതുപോലെ മലേഷ്യ, UK, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ആണ് ഇപ്പോൾ കാണാതായവരിൽ പെട്ടിരിക്കുന്നത്. അത് ടൂറിസം ബോർഡ് അവിടെ ചില പ്രാഥമിക പരിശോധനകൾ നടത്തി. അതോടൊപ്പം തന്നെ ട്രാവൽ ഏജൻസികളിലും അതുപോലെ ടൂറിസ്റ്റ് ഗൈഡുകളുടെയും തദ്ദേശ ഭരണ സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ കുടുങ്ങിക്കിടന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കൈലാസ് മാനസരോവർ തീർത്ഥാടകരും പ്രതിസന്ധി നേരിടുന്നു. ഈ കാണാതായവരിൽ ചിലർ ഈ കൈലാസ് മാനസരോവർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പോയവരാണെന്നാണ് വിവരം. അവർ ടിബറ്റിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ആണ് അവരെ കാണാതായിട്ടുള്ളത് എന്ന് പറയുന്നു. ഒപ്പം ഇതിൽ പലരും പലയിടങ്ങളിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും റസുവയിൽ ഇതുവരെ 17 ആളുകൾ മരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 27 പോലീസ് ഉദ്യോഗസ്ഥരെ കാണാനില്ല എന്ന് ഇപ്പോഴിതാ വിവരങ്ങൾ വരുന്നു. സൈബറുസ്ബേയി, അതുപോലെ മൈലുങ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകളെ കാണാതായിട്ടുള്ളത്. റാസുവങ്കതിയിലും ആളുകൾ കാണാതായിട്ടുണ്ട്. 4 പേരുടെ മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് ബിദൂർ മുനിസിപ്പാലിറ്റി അറിയിക്കുന്നു. നുവാക്കോട്ടിൽ ആണ് ഇവരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത്. തൃശൂലി നദിയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ആർമി, അതുപോലെ അവിടുത്തെ ആംഡ് ഫോഴ്സുകൾ, നേപ്പാൾ പോലീസ് എല്ലാവരും അവരെല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണ്. 14 ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, അതുപോലെ ഈ ശ്വാനസേനയുടെ സഹായമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാണാതായ ആളുകളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നു. നേപ്പാൾ ആർമി ഇപ്പോൾ 6 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയതിൻ്റെ വിവരങ്ങൾ വരുന്നു. അത് സയാഫുർ ബേസിയിൽ നിന്നുള്ള സ്ഥലത്തു നിന്നാണ് രക്ഷപ്പെടുത്തിയത്. 2 പേരെ മൈലുങ്ങിൽ നിന്നും 4 പേരെ ദുങ്ചയിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന വിവരങ്ങൾ വരുന്നു. മിലിറ്ററി ട്രെയിനിങ് സെൻറ്റർ നമ്പർ 1 തൃശ്ശൂരിൽ നിന്ന് ആണ് അവർക്ക് എമർജൻസി മെഡിക്കൽ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ സർക്കാർ ഈ നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് ഉത്തർപ്രദേശിലും ബീഹാറിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ തൃശൂലി നദിയിലും ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന മുന്നറിയിപ്പ് സെൻട്രൽ വാട്ടർ കമ്മീഷനും നൽകുന്നു. ഈ വെള്ളപ്പൊക്കത്തിന് കാരണം ഒരു ഗ്ലേസിയർ ഔട്ട്ബേസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഒരു തടാകം തന്നെ, ഹിമതടാകം തന്നെ തകർന്ന് അതിനകത്ത് നിന്ന് ഐസും വെള്ളവും ഒലിച്ച് പുറത്തേക്കിറങ്ങിയതാണ് ഈ വ്യാപകമായ ജലനിരപ്പ് ഉയരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നു. ഇന്ത്യൻ ഭരണകൂടം ഗാൻടക്കിലും നമ്മുടെ ഉത്തർപ്രദേശ്, ബീഹാറിലൊക്കെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നേപ്പാൾ അതിർത്തിയിൽ അതീവ സുരക്ഷ പാലിക്കണം എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഗാൻടക് ബാർജിൻ്റെയൊക്കെ
സമീപത്തുള്ളവർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കണം. ബീഹാർ മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വ്യക്തമാക്കുന്നത്. അമിത്ഷായുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു. അമിത്ഷായുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടി വിഷയത്തെ ഉറ്റുനോക്കുന്നു എന്ന വിവരങ്ങൾ ആണ് അവിടുന്ന് പുറത്തു വരുന്നത്. എന്നോടൊപ്പം സതീഷ് കുമാർ ചേർന്നു. ശ്രീ സതീഷ് കുമാർ, താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തൊക്കെയാണ്? രക്ഷാപ്രവർത്തനങ്ങൾ ഏത് നിലയിൽ നടക്കുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? സതീഷ് കുമാർ, സതീഷ് കുമാർ നേപ്പാളിൽ നിന്നാണ്. അവിടെ സതീഷ് കുമാർ കോട്ടയത്ത് നിന്നുള്ള ഒരു സഞ്ചാരിയാണ്, അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഏതായാലും സുരക്ഷിതനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നേപ്പാളിലെ ഒരു സാഹചര്യം അദ്ദേഹം നമുക്ക് നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും സതീഷ് കുമാറിലേക്ക് വരാം. അവിടെ ബീഹാറിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന അവിടേക്ക് തമ്പടിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഉത്തർപ്രദേശിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. യോഗി ആദിത്യനാഥ് അവിടുത്തെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ അത് പരിണമിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങൾ അടുത്ത് തന്നെ നിന്ന് ഗൗരവപൂർവ്വം വീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. യോഗിയുടെ എക്സിലെ ഒരു പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഡാമേജിനെ സംബന്ധിച്ചുള്ളതാണ്. അത് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വെള്ളപ്പൊക്കം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഏതായാലും പശുപതിനാഥ് ഭഗവാനോട് താൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രതികരണത്തോടു കൂടി. ഓക്കെ, നമുക്കിപ്പോൾ നേപ്പാളിൽ നിന്ന് പ്രദീപ് കുമാറിൻ്റെ ശബ്ദ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശം കേൾക്കാം. ഇപ്പോൾ എല്ലാവരും സേഫാണ്, പ്രോബ്ലം ഒന്നുമില്ല. നേരത്തെ ഞങ്ങളുടെ മറ്റേ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും പാനിക്കായി എന്ന് പറഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ലെവൽ എന്നുള്ള ഒരു അറിവില്ലായിരുന്നു. എങ്ങോട്ട് പോകാൻ പറ്റും, റിട്ടേൺ പോകാനും സൗകര്യമില്ല എന്ന് പറഞ്ഞു. മുന്നോട്ട് പോകാനും പറ്റാത്ത അവസ്ഥ, ഡൈവേർഷൻ റോഡുകളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറേ സമയം 2:30 വരെ ഞങ്ങൾ കുടുങ്ങിപ്പോയി. ഇപ്പോഴെല്ലാവരും ഒന്ന് റിലാക്സ് ആയി. ഒരു റൂട്ട് ഡൈവേർഷൻ തന്നിട്ടുണ്ട്. ഏകദേശം 60 കിലോമീറ്ററുടെ വനത്തിലൂടെ മലയാളം കയറി പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട ഒരു ചെറിയ ടൗൺ കിട്ടി. അവിടെ നിന്ന് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഫ്രഷായി. ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്, നോ പ്രോബ്ലം. യെസ്, അപ്പോൾ അതാണ് പ്രദീപ് അവിടെ നിന്ന് നൽകുന്ന ഒരു സന്ദേശം. കാസർഗോഡിൽ നിന്നാണ് പ്രദീപ് കുമാർ പോയത്. അവിടെ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന ഒരു സന്ദേശം ലഭിക്കുന്നു. അത് വലിയ ആശ്വാസം പകരുന്നു. അവർക്ക് വഴിമാറി പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അവിടെ വെള്ളപ്പൊക്കം വലിയ തോതിൽ ജനജീവിതത്തെ ബാധിച്ചു എന്നതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഗാൻടാക്, നാരായണി നദികളിൽ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് നൽകുന്ന ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വ്യാപകമായി ഇതിനെ സംബന്ധിച്ച് ഒരു ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവും അവിടെ നൽകുകയാണ്.